അപ്പോൾ ഇതാണ് വാനില. വാനില ചെടി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. വാനിലയിൽ വാനില ഉണ്ടാവുന്ന കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടോ? ഈ വാനിലയിൽ പ്രധാനമായിട്ടും കൃത്രിമ പരാഗണമാണ് നടത്തുന്നത്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും സ്വപരാഗണം, പരപരാഗണം. കറക്റ്റാണോ എന്ന് അറിയില്ല കേട്ടോ, പണ്ട് ബയോളജിയിൽ ഞങ്ങൾ പഠിച്ചിട്ടൊരു ഓർമ്മയാണ്. അപ്പോൾ ഇതിൽ കൃത്രിമ പരാഗണം നടത്തിയിട്ടാണ് ഇതിൽ വാനില ഉണ്ടാവുക. അതായത് പൂമ്പൊടി ശേഖരിച്ചിട്ട് ഇതിൻ്റെ പൂവിൽ എന്താ പറയുക, നമ്മൾ കൃത്രിമമായിട്ട് പരാഗണം നടത്തിയിട്ടാണ് വാനില ഉണ്ടാവുക. ഇവിടെയുള്ളവർ പറഞ്ഞത് ഇത് കുറച്ച് ബ്ലാക്ക് കളർ ആകുമ്പോഴാണ് ഇത് കളക്ട് ചെയ്തെടുക്കുകയെന്ന്. അതായത് ഒരു കറുപ്പ് കളർ ആകുമ്പോഴാണ് ഇവരിത് പറക്കുക. അതായത് ഒന്ന് കയ്യിൽ തൊടുമ്പോഴേക്കും വീട് പോകുന്ന രീതിക്കാകുമ്പോൾ എടുത്തിട്ട് പിന്നെ ഉണക്കുകയാണ് ചെയ്യാമെന്ന് പറഞ്ഞത്. അത് ഉണക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തുണിയിൽ അത് വെച്ചിട്ട് അതിൻ്റെ ചൂട് തട്ടി ഉണക്കുക ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഫോട്ടോ എനിക്ക് ഞാൻ ഇനിയും പോയി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഞാനത് കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ അത് ആ പുതപ്പിലിട്ട് ചൂട് തട്ടിയിട്ട് ഉണക്കിയെടുക്കുക ചെയ്യുന്നതെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെയായിട്ട് എന്നോട് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ തുണീൻ്റെ ചൂട് തട്ടിയിൽ അതിൽ ഈർപ്പൊക്കെ വലിച്ചെടുക്കുമല്ലോ, ആ തുണീൻ്റെ മുകളിലിട്ട് ഉണക്കുകയാണെന്നാണ് പറഞ്ഞത്. ആ തുണി ആ ഈർപ്പെല്ലാം വലിച്ചെടുത്താൽ നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നത്. എനിക്ക് പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എടുത്തു തരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.